മഴക്കാലത്ത് നമുക്ക് മുളക് പൊടി ഇങ്ങനെ കേടുകൂടാതെ വളരെ വൃത്തിയായി കഴുകിയതിന് ശേഷം പൊടിപ്പിച്ചെടുത്തതാണിത്. അതിനുശേഷം വെയിലത്ത് വെച്ച് ഈ പൊടി ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കിയ ഭരണിയിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഭരണിയിലേക്ക് നിറച്ച് വെക്കാം. അപ്പോൾ ഞാൻ അച്ചാറൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ചധികം മുളക് തന്നെ ഇവിടെ വാങ്ങി പൊടിപ്പിച്ചിട്ടുണ്ട്. ഒരു 20 കിലോ മുളക് പൊടിപ്പിച്ചതാണ് ഇത്. അപ്പോൾ നമുക്കിത് നല്ല വൃത്തിയുള്ള ഭരണിയിലേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് മാറ്റാം. ഞാനിവിടെ ഒരു 20 കിലോ മുളക് വാങ്ങി പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വൃത്തിയായി കഴുകിയിട്ടാണ് ഇത് പൊടിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വൃത്തിയായി ഭരണിയിലും സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് കാറ്റ് കിടക്കാതെ തന്നെ സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാൻ ഈ ഭരണി നിറയെ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു കവർ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് ഇത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചാറൊക്കെ തയ്യാറാക്കുന്നത് മുളക് പൊടി തന്നെ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും മുളക് ഞാൻ വാങ്ങി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു 20 കിലോ മുളക് വാങ്ങി പൊടിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.